السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. اللهم صل وسلم على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم أما بعد. പ്രിയപ്പെട്ട ബഹുമാനമുള്ള കൂട്ടുകാരെ, ഈ വർഷം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ വർഷത്തിൽ നമുക്ക് പറ്റിപ്പോയ ദോഷങ്ങളെയെല്ലാം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. അന്ന് ആ മാപ്പ് ചോദിക്കുന്ന നേരം ഇബ്ലീസ് പറയും, ഒരു വർഷം മുഴുവനും ഞാൻ ഇവനെ പിഴപ്പിച്ചു, ഒരു മിനിറ്റ് കൊണ്ടെല്ലാം തകർത്ത് കളഞ്ഞുവല്ലോ എന്ന്. ആ നിലയിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ട അവസാന നിമിഷമാണ്. നിലാവ് കണ്ടു കഴിഞ്ഞാൽ പുതിയ വർഷം 1442 ചാന്ദ്രിക വർഷം പിറന്നു കഴിഞ്ഞാൽ മുഹറം 1 തുടങ്ങിക്കഴിഞ്ഞാൽ ആ 1-ന്റെ അന്ന് പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യണം. ആദ്യം 1-ാം ദിവസം ഏതൊരു കാര്യത്തിലും നല്ല കാര്യം നമ്മൾ ചെയ്തിട്ട് തുടങ്ങിയാൽ അത് അർജാ ലിദവാമി ബറക്കത്തിഹി, ആ വർഷം അല്ലെങ്കിൽ ആ സംഗതി മുഴുവനും ബറക്കത്താകാൻ തുടക്കം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യൽ വളരെ നല്ലതാണ് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാ പറയുന്നുണ്ട്. അധികവും മുടക്കുകൾ മവാനികളൊക്കെ വരുന്നത് ലിഫസാദി മബ്ദഇഹി, അതിൻ്റെ തുടക്കം മോശമായതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പല തടസ്സങ്ങളും വരുന്നത് എന്നും ചില മഹാന്മാർ പറയുന്നുണ്ട്. ഒരുത്തൻ്റെ തുടക്കം പ്രകാശിച്ചാൽ അതിൻ്റെ ഒടുക്കം പ്രകാശിക്കുമെന്ന് ഇബ്നു അത്താഉല്ലാഹു സിക്കന്ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് മഷ്ഹൂറാണ്. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും 1-ാം ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യണം. ഒരു നോമ്പ് നോക്കുക, അത് നല്ലതാണ്. 1-നൊരു നോമ്പ് എന്ന നോമ്പില്ല, എന്നാലും 1 മുതൽ 10 വരെ സുന്നത്ത് മുഅക്കദായ വളരെ ശക്തിയേറിയ കൂലി അധികമുള്ള നോമ്പായി മുഹറമിൻ്റെ ആദ്യത്തെ 10 ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൂർവികരായ മഹത്തുക്കൾ സലഫ് സാലിഹീങ്ങൾ 3 10-നെ ബഹുമാനിച്ചിരുന്നു. 1 റമദാനിലെ അവസാനത്തെ 10, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, പിന്നെയുള്ളത് ഈ മുഹറമിലെ ആദ്യത്തെ 10. അപ്പൊ ഈ 10 ദിവസങ്ങളെ നോമ്പ് നോക്കിക്കൊണ്ട് ബഹുമാനിക്കേണ്ടതും ആ 10 ദിവസം ചൊല്ലേണ്ട ദിക്റുകളുമെല്ലാം നമുക്കറിയാം. വേറെ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 10 ദിവസം ചൊല്ലേണ്ട അതും അതുപോലെ 10 ദിവസത്തെ നോമ്പിൽ നിന്നും എല്ലാം 1-ാം ദിവസവും വരുന്നുണ്ടല്ലോ, അതും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുക. 1-ാം ദിവസം നിസ്കാരം ഖളാ ആകാതെ ശ്രദ്ധിക്കുക. ആ ദിവസം പിശുക്ക് കാണിക്കാതിരിക്കുക, കുടുംബത്തോട് പിണങ്ങാതിരിക്കുക, ചീത്ത കാര്യങ്ങളിൽ മുഴുകാതിരിക്കുക, സിനിമ കാണാതിരിക്കുക, വെബ് സീരിയലായാലും TV സീരിയലായാലും കാണാണ്ടിരിക്കുക, സീരിയസ് ആവുക. ആ ദിവസമെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒന്ന് കണ്ണ് ഇറുക്കിപ്പിടിച്ച് ഹൃദയം തുറന്നു വെച്ച് അള്ളാഹുവിനെ ഓർത്ത് സദാസമയവും ദിക്റിൽ മുഴുകി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും സലാത്തുമെല്ലാം ചൊല്ലുക. ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹി ഒരു 100 വട്ടമെങ്കിലും ആ ദിവസം ചൊല്ലുക. എല്ലാ നിലയിലും ഒരു സ്വതക്കയുമൊക്കെ കൊടുത്തൊരു നോമ്പും നോക്കി നല്ല നിലയിൽ ആരംഭിച്ചാൽ ആ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 313 ബിസ്മി ഒരു കടലാസിൽ എഴുതുക. 1-ാം ദിവസം ഒരു നീളമുള്ള കടലാസിൽ എഴുതി അതിങ്ങനെ ചുരുട്ടിയിട്ട് ഒരു ഉറുക്കിലാക്കിയിട്ട് ഏലസിലാക്കിയിട്ട് അതിനെ കെട്ടുക. ആ ദിവസം അങ്ങനെ എഴുതിയിട്ട് കെട്ടിയ ലം യനൽ ഹാമിലുഹ മക്റൂഹും ഫീഹി വലാ ഫീ അഹ്ലി ബൈത്തിഹി മുദ്ദത ഉംരിഹി, അവനിലോ അവൻ്റെ കുടുംബത്തിലോ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും ഒരു പ്രയാസവും സംഭവിക്കത്തില്ല ആ ഉറുക്ക് ആ ദിവസം എഴുതി കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നഅത്തുൽ ബിദായാത്തിലും കൻസുൻ നജാഹിലുമൊക്കെ ഇത് പറയുന്നുണ്ട്. ഇനി 1-ാം ദിവസം വേറെ ഒരു കാര്യം ചെയ്യാനുമുണ്ട്. മഹാന്മാർ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട
അഹ്മദ് സൈനി ദഹ്ലാൻ റഹിമഉള്ള സഫീന എന്ന് പറയുന്ന സഫീനത്ത് എന്ന കിതാബിൽ പറയുന്നു 360 ആയത്തുൽ കുർസി മഅൽ ബസ്മലത്തി ഫീ കുല്ലി മറ. ഓരോ ആയത്തുൽ കുർസി ഓതുമ്പോഴും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. അങ്ങനെ 360 ആയത്തുൽ കുർസി ഓതുക. ഒന്നാം ദിവസത്തിന്റെ രാത്രി തൊട്ട് പിറ്റേ ദിവസം മഗ്രിബ് വരെ, ഒന്നാം ദിവസം നിലാവ് കണ്ട മഗ്രിബ് മുതൽ പിറ്റേ ദിവസം മഗ്രിബ് വരെ ഒരു ദിവസമാണ് 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനുള്ളിൽ ചൊല്ലി തീർത്താൽ മതി 360 ആയത്തുൽ കുർസി. അത് ഫഇന്നഹ ഹിസ്നുൻ ഹസീനുൻ മിനശ് ശൈത്താനിർ റജീം ഫീ ദാലിക്കൽ ആം. ആ വർഷം മുഴുവൻ പിശാചിൽ നിന്ന് വലിയ കാവലാണ് എന്ന് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഉമർ ഇബ്നു ഖുദാമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് മാസാല മശായിഖുന യസൂന ബി വയഖറഊനഹു. മുൻഗാമികളായ മശായിഖുമാർ, ഞങ്ങളുടെ നേതാക്കൾ, വലിയ ഓരോ കാലത്തുണ്ടായ അവിടുത്തെ പണ്ഡിത നേതൃത്വം മുഴുവനും ജനങ്ങളോട് ഇത് പറയാൻ, അത് വിട്ടുപോകരുത് എന്നും കൽപ്പിച്ചിരുന്നു. മാ ഫാത്തനി തൂല ഉംരി, എൻ്റെ വയസ്സിൽ അത് നഷ്ടപ്പെട്ടിട്ടേ ഇല്ല, ഒരുപാട് കാലം ഞാനത് ചൊല്ലിയിട്ടുണ്ട്. ഷെയ്ത്താൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ദുആ ഉണ്ട്. ആ ദുആവും കൂടി ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ പറയൂത്രേ, ഇസ്തഅ്മൻ അലാ നഫ്സി ഫിമാ ബഖിയ മിൻ ഉംരി. ഇനി അവൻ്റെ വയസ്സിൽ മുഴുവനും എനിക്ക് തൊടാൻ പറ്റാത്ത രൂപത്തിൽ അവൻ നിർഭയനായി മാറിയല്ലോ, അവനെ എനിക്ക് തൊടാൻ പറ്റില്ലല്ലോ, അവൻ്റെ കൂടെ 2 മലക്കുണ്ടല്ലോ, 2 മലക്ക് കാവൽ നിൽക്കും. അവൻ ശൈത്താനിൻ്റെയും പട്ടാളത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് ഇവനെ തടയാൻ വേണ്ടി. കൻസുൻ നജാഹിലാണിത് പറയുന്നത്. അപ്പോൾ 360 ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറൻ വതകൂനു ലനാ വലിൽ മുഅ്മിനീന ഫറജൻ വഫറഹൻ വസുറൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العميم المعول وهذا عام جديد قد أقبل أسألك العصمة من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفى يا ذا الجلال والإكرام وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇതാണ് ഒരു ദുആ. അതുപോലെ തന്നെ മറ്റൊരു ദുആ ഉണ്ട്. മുഹറം 1 സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതാണ്. 1 മുതൽ 10 വരെ ഇത് ചൊല്ലണം. ഞാൻ പറഞ്ഞുവല്ലോ, 1 മുതൽ 10 വരെ ചൊല്ലേണ്ട ആ ദുആ. 1ന്റെ ഒന്നും അത് വരുന്നു എന്നതുകൊണ്ട് അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. വേറെ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 1-ലെല്ലാം കൂടി പറയാൻ ഉദ്ദേശിച്ചതുകൊണ്ട് 1 മുതൽ 10 വരെ ചൊല്ലാനുള്ള ദിക്റും ഒന്നുകൂടി കാണിക്കാം. അതിങ്ങനെയാണ്: 3 പ്രാവശ്യമാണ് ഓരോ ദിവസവും ചൊല്ലേണ്ടത്. സുബഹിക്ക് ശേഷവുമാവും, അതിൻ്റെ രാത്രി തലേന്ന് തഹജ്ജുദിന് എണീറ്റപ്പോഴോ അതിനു മുമ്പുള്ള മഗ്രിബിന് ശേഷമോ ഒക്കെ ആവാം. 24 മണിക്കൂറിനുള്ളിൽ ചൊല്ലിയാൽ മതി. ഓരോ ദിവസവും അത് ചൊല്ലണം. 10 ദിവസം 3 പ്രാവശ്യമാണ് ഓരോ ദിവസം ചൊല്ലേണ്ടത്. ആ വർഷം മുഴുവനും അള്ളാഹു കാവൽ നൽകുമെന്നാണ് ഇതിൻ്റെ ഒരു ഫായിദയായി, ഗുണമായി പറയുന്നത്. ഈ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നക ഖദീമുൻ ഖദീമുൻ. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നക ഖദീമുൻ വഹാദൽ ആമു ജദീദുൻ ഖദ് അഖ്ബല വസനതുൻ ജദീദതുൻ ഖദ് അഖ്ബലത് نسألك من خيرها ونعوذ بك من شرها ونستكفيك فواتها وشغلها فارزقنا العصمة من الشيطان الرجيم. اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم. اللهم آيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك.
إنك قادر على ذلك وأنت الفعال لما تريد وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇതാണ് മറ്റൊരു ദുആ. ഇനി ഒരു ദുആ കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാ തങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുഹറം 1. പൊടുന്നനെ അദ്ദേഹത്തിനൊരു മോഹം, ഖളർ നബി അലൈഹിസ്സലാമിനെ ഒന്ന് കണ്ടാലോ. ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്ക് ഖളർ നബിനെ കാണിച്ചു തരണം. അതേ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മുന്നിൽ തന്നെ ഖളർ നബി അലൈഹിസ്സലാം, കൂടെ തന്നെ ഞാൻ നടന്നു. ഒടുവിൽ തവാഫൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, യാ മുഹമ്മദ്. ഗസാലിമാമിൻ്റെ പേര് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് ഉപ്പാൻ്റെയും ഉപ്പുപ്പാൻ്റെയും സ്വന്തമൊക്കെ പേര്, 3 ആൾക്കും അതേ പേരാണ്. നിങ്ങളെന്താ എന്നെ കാണാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യാ സയ്യിദി ഹാദിഹി സനത്തും ചെയ്ത്, ഇത് പുതിയ വർഷമല്ലേ, അതുകൊണ്ട് വഹബബ്താൻ അതാസാബിക ഫീ ഇഖ്ബാലി അബിശൈമിൻ തഅബ്ബുദാതിക വതളറുആതിക, നിങ്ങളെ ഇബാദത്ത് ദുആ ഇതൊക്കെ ഈ ദിവസം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിങ്ങളോടൊന്ന് മാതൃകയാക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി. നിങ്ങൾ ഏത് ദുആ ആയിരിക്കും ഇന്ന് ദുആ ചെയ്യുക, ആ ദുആ എന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഖാല അജൽ, അതാണോ നിങ്ങൾ ആഗ്രഹം? എനിക്ക് പ്രത്യേകമായൊരു ദുആ ഉണ്ട് എന്ന തരത്തിൽ അജൽ. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, ഫർഖ ബിറുക്കോയിൻ താം, നീ 2 റക്അത്ത് നിങ്ങളൊന്ന് കാര്യമായിട്ട് നിസ്കരിക്കുക. അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യ്. പുതിയ വർഷമല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ദുആ ആണ് ഖളർ നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആ. ബിസ്മി കൊണ്ട് തുടങ്ങി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വരെ അവസാനിക്കുന്ന ചെറിയ നീണ്ട ഒരു ദുആ, എല്ലാം ഉൾക്കൊള്ളുന്ന ദുആ ആണ്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, നല്ലൊരു സലാത്ത് ആദ്യം ചൊല്ലുന്നു, പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, മാപ്പാക്കണേ എന്ന് പറയുന്നു. എന്നിട്ട് അള്ളാഹിനോട് പറയുന്നു, പുതിയ വർഷമാണല്ലോ, ഇതിൻ്റെ തുടക്കത്തിൽ നിന്നെ തൃപ്തിപ്പെടാനുള്ള ഒരു അമലും എൻ്റെ കയ്യിലില്ല, നിന്നോട് ദുആ ചെയ്യുക എന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ അമലൊന്നും ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിനക്കുള്ള ഇബാദത്തിൻ്റെ പ്രതിഫലമായിട്ട് തൗഫീക്ക് എനിക്ക് തരണം, ചെയ്യാനുള്ള തൗഫീക്ക് ചെയ്യണം, തൃപ്തിപ്പെടാനുള്ള ഇബാദത്ത് എനിക്ക് ചെയ്തതായിട്ട് അതിനെ നീ സ്വീകരിക്കണം, എനിക്ക് ഇഖ്ലാസ് തരണം, എനിക്ക് നിന്റെ റഹ്മത്ത് ഫളിനെ പൂർത്തിയാക്കി തരണം, ഈ വരുന്ന കൊല്ലത്തിൻ്റെ ബർക്കത്ത് മുഴുവനും സലാമത്ത് മുഴുവനും എല്ലാ ഷർറുകളെ നീക്കലും വിഷമങ്ങളെ നീക്കലും പേടി നീക്കലും ഹലാക്കിനെ നീക്കലും, ഈ വർഷം ഒരു ഹലാക്കും ഉണ്ടാകരുത്, ഒരു ഷർറും ഉണ്ടാകരുത്. ഇത് തന്നെയല്ലേ നമ്മുടെയും ദുആ ആവേണ്ടത്. കൊറോണ ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, ശത്രുശല്യമില്ലാത്ത, മറ്റ് ഭയപ്പാടുകളൊന്നും ഇല്ലാത്ത, വേണ്ടാധീനങ്ങളിലേക്ക് ഇനിയും മനസ്സ് തറച്ച് അങ്ങ് നശിച്ചു പോകുന്ന ജീവിതം അല്ലാത്ത പുതിയ ഒരു ജീവിതം ഉണ്ടാകണമെന്നല്ലേ നമ്മുടെ, അതൊക്കെ ഈ ദുആക്കകത്തുണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, എന്നെ നീ എൻ്റെ ദീനിനെ കാക്കണം, അതാണ് എൻ്റെ ശരിയായ കാര്യം, എൻ്റെ ദുനിയാവിനെ കാക്കണം, അതാണ് എൻ്റെ ജീവിതമാർഗം, എനിക്ക് നീ തൗഫീക്ക് ഏറ്റിത്തരണം. അക്രമല്ല അക്രമീനായ അള്ളാഹ്, ബഹുമാനികളിൽ ഏറ്റവും ബഹുമാനിയായ, ദാനം ചെയ്യുന്നവരിൽ ഏറ്റവും ദാനം ചെയ്യുന്ന, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്ന അള്ളാഹു എന്ന് പറഞ്ഞൊരു സ്വലാത്ത് എല്ലി നിർത്തുകയാണ്. ഇതാണ് ആ ദുആഇൻ്റെ ഉള്ളടക്കം. ദുആ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി അതിൻ്റെ ആകത്തുക പറഞ്ഞതാണ്. ഇനി ആ ദുആ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, اللهم إني أسألك بك أن تصلي وتسلم على سيدنا محمد وعلى سائر الأنبياء والمرسلين وعلى آلهم وصحبهم أجمعين، وأن تغفر لي ما مضى وتحفظني فيما بقي يا أرحم الراحمين. اللهم هذه سنة جديدة مقبلة لم أعمل في ابتدائها عملا يقربني إليك زلفى غير تضرعي إليك، فأسألك أن توفقني لما يرضيك عني من القيام لما لك علي من طاعتك، وألزمني الإخلاص فيه لوجهك الكريم في عبادتك، وأسألك
إتمام ذلك علي بفضلك ورحمتك اللهم إني أسألك خير هذه السنة المقبلة يمنها ويسرها وأمنها وسلامتها وأعوذ بك من شرورها وصدورها وعسرها وخوفها وهلكتها وأرغب إليك أن تحفظ علي فيها ديني الذي هو عصمة أمري والدنياي التي فيها معاشي وتوفقني فيها إلى ما يرضيك عني في معادي يا أكرم الأكرمين يا أرحم الراحمين وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. നിർത്തുന്നു. വോയിസ് ഒരുപാട് നീണ്ടു പോകുന്നു, കേൾക്കാനും ഒരു നീരസം ഉണ്ടാവും. ഇനിയും നീട്ടിയാൽ കഴിയുമെങ്കിൽ എല്ലാവരും ഒരു കാര്യം കൂടി ചെയ്യുക. ഒരു 1000 ബിസ്മി കൂടി ചൊല്ലിയിട്ട് ഒരു 10 രൂപയിൽ ഊതി ആ പൈസ കയ്യിൽ വെച്ചോളൂ, ബറക്കത്തുണ്ടാവും. അള്ളാഹു നമുക്ക് ഈ വർഷം മുഴുവനും അതിൻ്റെ ഖൈർ മുഴുവനും നൽകുകയും എല്ലാ ഷറുകളെയും നീക്കി സലാമത്ത് നൽകുകയും ചെയ്യട്ടെ. ഈമാനോടെയുള്ള, ആഫിയത്തോടെയുള്ള, ഐശ്വര്യത്തോടെയുള്ള, തൗഫീഖോടെ, ഇഫത്തോടെയുള്ള ജീവിതവും ഒടുവിൽ നല്ല മരണവും നൽകട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദരികൾക്ക് അള്ളാഹു വിവാഹം ശരിയാക്കി കൊടുക്കട്ടെ. വിവാഹം ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് അള്ളാഹു നല്ല ഇണകളെ നൽകട്ടെ. വിവാഹമോചിതർക്ക് അള്ളാഹു വഴി തുറന്നു കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ഉള്ള മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. വിധവകൾക്ക് അള്ളാഹു സംരക്ഷണം നൽകട്ടെ. എല്ലാ യത്തീമുകൾക്കും അള്ളാഹു കാവൽ നൽകട്ടെ. എല്ലാ വിദ്യാ കേന്ദ്രങ്ങൾക്കും അള്ളാഹു തുറന്ന് പഴയതിലും നന്നായി സജീവമായി പ്രവർത്തിക്കാനും അതിനുള്ള ചെലവുകൾ കണ്ടെത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദാരിദ്ര്യമുള്ളവർക്ക് അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകട്ടെ. ഉള്ള വീട്ടിലും കച്ചവടത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ജോലി നൽകട്ടെ. ഉള്ള ജോലിയിൽ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ. ഗൾഫിലും നാട്ടിലും പരിശ്രമിക്കുന്ന, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന, മക്കളെ പോറ്റാൻ വേണ്ടി നാട് വിട്ട കഷ്ടപ്പെടുന്ന, നാട്ടിൽ ജോലിയും വേലയായി കഴിയുന്ന, വിദേശങ്ങളിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന, ജോലിയിൽ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു കാവലും ബർക്കത്തും വിചാരിച്ചതിലും നന്നായി ഹലാലായ സമ്പത്തും നൽകട്ടെ. അള്ളാഹു നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മെ സഹായിച്ചവരെയും സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ കാവൽ നൽകട്ടെ. നമ്മുടെ ജമലുല്ലൈലി തങ്ങളുടെ ഈ ചാനൽ, ബഹുമാനപ്പെട്ട ജമലുല്ലൈലിയുടെ മുഖം കാണാൻ, തങ്ങളുടെ മുഖം കാണാൻ, അഥവാ കാട്ടുകുക്കെ തങ്ങളുടെ മുഖം കാണാൻ ഈ ചാനലിലെ വീഡിയോകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 2 ലക്ഷത്തോളം മാസാന്തം ചെലവുണ്ട്. ഇപ്പോൾ കൊറോണയായതുകൊണ്ടൊന്നും നടക്കുന്നില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ വാടകയും കറണ്ട് ചാർജും ഒക്കെ നടക്കുന്നുണ്ട്. വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നമ്മെപ്പോലുള്ള, കൂട്ടുകാരെ പോലുള്ള, നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ സഹായിച്ചിട്ടാണ് നടക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ഒരു അഡ്രസ്സും അവിടുത്തെ അക്കൗണ്ട് നമ്പറും ഒക്കെ ഇതിനോടൊപ്പം വയ്ക്കുന്നു. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ വല്ല സദഖയും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാട്ടുകുക്ക ജമലുല്ലൈലി സ്ഥാപനത്തിലേക്ക് മജ്മഉ ഷെയ്ഖ് ജമലുല്ലൈലി അഥവാ ഷെയ്ഖ് ജമലുല്ലൈലി ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന ഈ സ്ഥാപനം, ഇസ്ലാമിക് സെൻറ്റർ എന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി കൈയഴഞ്ഞ് സഹായിക്കുക. പാവപ്പെട്ട അനാഥകളും മുതഅല്ലിമീങ്ങളും ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളും കുറേ തങ്ങന്മാരുമൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ സംരംഭമാണ്. ഒരുപാട് ആളുകൾക്ക് സാന്ത്വനം കിട്ടുന്ന കേന്ദ്രമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ക്യാമ്പസാണ്. എല്ലാ തൽസമാത്തിൻ്റെയും അതുപോലെ തന്നെ അസ്മാഇ ചികിത്സയുടെ അഗ്രഗണ്യരായ തങ്ങന്മാർ നിൽക്കുന്ന സ്ഥലമാണ്. എത്രയോ ആളുകൾ ആശാകേന്ദ്രമായി ഓടിയെത്തുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒന്ന് പോയി കാണാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അവസരമുണ്ടാകും. അതിനു മുമ്പേ സയ്യിദ് അവറുകളുമായി ബന്ധപ്പെടുക. സയ്യിദ് അവറുകളുടെ മുഖവും ഫോട്ടോവും നിങ്ങൾ കാണാറുണ്ട്. അവിടുത്തെ തങ്ങളുടെ നമ്പർ ഇതിനോടൊപ്പം നിങ്ങൾക്ക് കാണുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നവരോടൊപ്പം നമ്മെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.